welcome back to another new video. So it's May 4th and I know you guys are going to write neat and all the best. So welcome back to another week in my life. അപ്പം നമുക്ക് ഹൈജീൻ്റെ എക്സാം ആണ്. ഇപ്പം നമ്മൾ 6th സെമിസ്റ്റർ ആയതുകൊണ്ട് തന്നെ സൈക്കിൾ സിസ്റ്റം ആണുള്ളത്. അപ്പോൾ ഓരോ സൈക്കിൾ കഴിയുമ്പോഴും നമുക്ക് എക്സാം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് May 30 ആകുമ്പോഴത്തേക്ക് ക്ലാസ്സും എക്സാംസും എല്ലാം കംപ്ലീറ്റ് കഴിയും. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് സീസണാണ് സ്പ്രിങ്ങും സമ്മറും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ്ങിൽ ഫുൾ ഫ്ലവേഴ്സ് ആയിരിക്കും. സമ്മർ ആകുമ്പോഴത്തേക്ക് ഫ്ലവേഴ്സൊക്കെ കായ്കളായിട്ട് ഫ്രൂട്ട്സ് ആയിട്ട് മാറും. ലൈക്ക് സ്ട്രോബെറിയും മൾബറിയും പിന്നെ ചെറീസൊക്കെ ആയിട്ട് പിന്നെ എവിടെ നോക്കിയാലും നിങ്ങൾക്ക് റോസ് കാണാൻ പറ്റും. അത് കുറച്ചൊരു മരം പോലെ ആയിരിക്കും റോസ് ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമാണ്. അതിന് നമുക്ക് നേരെ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോയിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഫ്രഷ് ആയിട്ട് ഞാൻ നേരെ പോയത് പുതിയതായിട്ട് തുറന്നത് സുഷീത എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പാണ്. അവിടെ പോപ്പിംഗ് ബോബിൻ റാമൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാനും വേഗം പോയത്. ആൻഡ് പോപ്പിംഗ് ബോബിൽ ബോബ് മാത്രം ടേസ്റ്റ് ഉണ്ട്, ഡ്രിങ്ക് വരെ ടേസ്റ്റ് ഇല്ല. ബട്ട് റാമൻ വാസ് സോ ഗുഡ്. പിന്നെ ആഫ്റ്റർ 2 to 3 days നമുക്ക് ക്ലിനിക്കൽ ലബോറട്ടറിൻ്റെ എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് തന്നെ നമുക്ക് 4th ഇയേഴ്സിനും 5th ഇയേഴ്സിനും 6th ഇയേഴ്സിനും എക്സാം ഉള്ളതുകൊണ്ട് നമുക്ക് 2 മണിൻ്റെ എക്സാം 6 മണിക്ക് ശേഷം മാറ്റി വെച്ച്. 6 മണിക്കല്ല ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്ക്. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് വന്നപ്പോൾ നല്ല ക്ലൈമറ്റ്, യൂണിവേഴ്സിറ്റി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗി. അങ്ങനെ പുറത്തിങ്ങനെ വെറുതെ കുറേ സമയം ഇങ്ങനെ ഇരുന്ന് അവിടെ എന്ത് ഫുട്ബോൾ ടൂർണമെൻറ്റ് നടക്കേണ്ടിയിരുന്നു, അതും കുറച്ച് നേരം നോക്കിയിരുന്ന് അങ്ങനെ ടൈം പോയി. സമ്മർ ആയതുകൊണ്ട് തന്നെ എവിടെ നോക്കിയാലും സ്ട്രോബെറിയാണ്. ഈ സ്ട്രോബെറി കിട്ടിയിട്ടൊന്ന് ജ്യൂസ് അടിക്കാൻ വിചാരിച്ചപ്പോഴത്തേക്ക് എൻ്റെ മിക്സി കേടൊന്നുമായി. അപ്പം ഞാൻ കുറച്ച് ഷുഗർ സിറപ്പൊക്കെ ഇട്ടിട്ട് തിന്നാമെന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് കോളേജിലൊരു ഫെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൻ്റെ ഡാൻസ് പ്രാക്ടീസാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ കോളേജ് പ്രോഗ്രാമിൻ്റെ ഒരു വീഡിയോ വേറെ ചെയ്യാം. ഇത്ര മനോഹരമായ സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നത്. കണ്ടോ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്ഥലം ഈ ഉസ്ബെക്കിസ്ഥാൻ വേറെ എവിടെ കാണാൻ പറ്റും? മനോഹരീസ്. ശരിക്കും ഇങ്ങനെ മരം കുലുക്കുന്നത് ഇവിടെ ഭയങ്കര വലിയ തെറ്റാണെന്ന് നമ്മൾ വീഡിയോ ഇട്ടപ്പോഴാണ് അറിഞ്ഞത്. കാരണം നമ്മളിതിങ്ങനെ കുലുക്കുന്ന കണ്ടിട്ട് എല്ലാവരും നമ്മൾ നോക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ വിചാരിച്ചാൽ നമ്മൾ ഇന്ത്യൻസ് ആയതുകൊണ്ടായിരിക്കുന്നത്. പക്ഷെ ഒരാൾ വന്ന് പറഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ദിസ് ഇസ് പ്രൊഹിബിറ്റഡ്. പിന്നെ ഞാൻ റീലിട്ടപ്പോൾ റീലിൻ്റെ ഇടയിൽ വന്ന് സ്പെക്കിൾ തെറി വിളിക്കാൻ തുടങ്ങി. എന്താ നിങ്ങൾ ചെയ്യണമെന്നൊക്കെ വെച്ചിട്ട്. എന്തുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഫ്രൂട്ട്സ് ആവാനുള്ള ഫ്ലവേഴ്സാണ് ചിലപ്പോൾ, അതുകൊണ്ടായിരിക്കാം. ഇത് ഏത് ഫ്രൂട്ടിൻ്റെ മരമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇതുപോലത്തെ വൈറ്റ് ഫ്ലവേഴ്സ് ഉള്ളൊരു മരം നമ്മുടെ ഹോസ്റ്റലിന് മുമ്പിലുണ്ട്, കുറേ ഉണ്ട്. അത് ഫുൾ ആപ്രിക്കോട്ടിൻ്റെ മരങ്ങളാണ്. മെയ് ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് ഫുൾ ആപ്രിക്കോട്ട് വരും. എന്നിട്ട് അവസാനം ഒരു കാറ്റ് വീശും, ഭയങ്കര സ്ട്രോങ് കാറ്റായിരിക്കും. ആ കാറ്റിൽ കംപ്ലീറ്റ് ഫ്രൂട്ട്സും താഴെ വെക്കും. അതിൽ പക്ഷേ അധികം പഴുത്തതായിരിക്കും. പക്ഷേ എനിക്കിങ്ങനെ കുറച്ച് പച്ചായിട്ടുള്ള ഫ്രൂട്ട്സാണ് ഇഷ്ടം, കുറച്ച് പുളിപ്പൊക്കെ ഉള്ള. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് വീഡിയോസ് കാണാനാണ് ആഗ്രഹം എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാൻ വരെ ബൈ.